ഗുരുവായൂർ ഡിലൈറ്റ്സിന് വേണ്ടി ഞാൻ VP ഉണ്ണികൃഷ്ണൻ. നമുക്ക് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ട് ഒന്ന് ആലോചിക്കാം. നമുക്കറിയാം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനം തുടങ്ങുന്നത് പുലർച്ചെ 3 മണിക്കാണ്. ബ്രാഹ്മ മുഹൂർത്തത്തിലാണ് നിർമ്മാല്യ ദർശനം തുടങ്ങുന്നത്. പക്ഷേ ഈ നിർമ്മാല്യ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നത് പുലർച്ചെ 2 മണിക്കാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഹസ് പകരുക എന്ന് പറയുന്നത് പുലർച്ചെ 2 മണിക്കാണ്. അഹസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാറുന്നത്, സാധാരണ നമ്മുടെ ഇംഗ്ലീഷ് കണക്കനുസരിച്ച് ഒരു ദിവസം മാറുന്നത് അർദ്ധരാത്രി 12 മണിക്കാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഹസ് മാറുന്നത് രാത്രി പുലർച്ചെ 2 മണിക്കാണ്. അപ്പോൾ 2 മണി മുതലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ദിവസം തുടങ്ങുന്നത്. ഈ 2 മണി അടിച്ചാൽ, നാഴികമണിയിൽ 2 എന്നടിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് കീഴ്ശാന്തി നമ്പൂതിരിമാർ കാത്തു നിൽക്കും കുളക്കടവിൽ. 2 മണി അടിച്ചാൽ അവർ ഉടൻ തന്നെ കുളത്തിലിറങ്ങി, രുദ്രതീർത്ഥത്തിൽ ഇറങ്ങി കുളിച്ച് നേരെ അകത്ത് പോയിട്ട് നേദ്യം തയ്യാറാക്കൽ, വിളക്ക് വയ്ക്കൽ, തിടപ്പള്ളിയിൽ ഒരുക്കങ്ങൾ നടത്തൽ, ചന്ദനമരയ്ക്കൽ തുടങ്ങിയിട്ടുള്ള ആ ദൈനംദിന പരിപാടികളിലേക്ക് തുടങ്ങും. മേൽശാന്തി ആകട്ടെ, മേൽശാന്തി മുറിയിൽ നിന്ന് കുളിച്ചെണീറ്റ് വന്ന് രുദ്രതീർത്ഥത്തിൽ കുളിച്ച് ശ്രീലകം തുറക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. കീഴ്ശാന്തിക്കാരകത്ത് വിളക്ക് വെപ്പ്, മറ്റ് സംഗതികൾ ആരംഭിക്കും. കൃത്യം 2:30 പി ലീലയുടെ ശ്രുതിമധുരമായ സംഗീതത്തിൽ നാരായണീയം റെക്കോർഡ് വയ്ക്കും. അതോടുകൂടി ഭക്തജനങ്ങൾക്ക് അറിയാൻ കഴിയും, ഇതാ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനത്തിനുള്ള ഒരുക്കങ്ങളായി, ഇനി അധികമില്ല നട തുറക്കാനെന്ന്. കൃത്യം 3 അടിച്ചു കഴിഞ്ഞാൽ, നാഴികമണി കൃത്യം 3 അടിച്ചാൽ ഗുരുവായൂർ ക്ഷേത്ര നട തുറക്കുകയായി. എത്രയോ നാളുകളായിട്ട്, എത്രയോ ദശകങ്ങളായിട്ട്, 100-ലേറെ വർഷങ്ങളായിട്ട് ഈ 3 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നാഴികമണി അടിക്കുകയും ഗുരുവായൂർ ക്ഷേത്ര ഗോപുരവാതിൽ തുറക്കുകയും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഓടി ക്ഷേത്രത്തിനകത്തെത്തി ഗുരുവായൂരപ്പനെ കണ്ട് ദർശനം നടത്തുകയും ചെയ്യും. 3 മണിയുടെ ദർശനത്തിന് നിർമ്മാല്യ ദർശനം എന്നാണ് പറയുന്നത്. ദേവകൾ തലേ ദിവസം വന്ന് ഗുരുവായൂരപ്പനെ പൂജിച്ചു പോയ വിഗ്രഹമാണ് 3 മണിക്ക് തൊഴാൻ കഴിയുന്നത് എന്നതുകൊണ്ടാണ് നിർമ്മാല്യ ദർശനത്തിന് ഇത്രയേറെ പ്രാധാന്യം വരുന്നത്. നിർമ്മാല്യം എന്ന് പറഞ്ഞാൽ മാല്യമില്ലാത്തത് എന്നർത്ഥം. മാല്യം എന്നാൽ മാല. അപ്പം മാലയില്ലാത്ത ഗുരുവായൂരപ്പ വിഗ്രഹം കണ്ടു തൊഴുന്നതിനാണ് നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നത്. നട തുറന്നാൽ ഉടൻ തന്നെ ഒരു അല്പനേരം ആ വിഗ്രഹം ഇങ്ങനെ കാണാം. അത് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് മേൽശാന്തി മാലകൾ മാറ്റി തുടങ്ങും. അങ്ങനെ മാലകൾ മാറ്റി പൂർണ്ണമായിട്ട് മാലകൾ മാറ്റുന്നതിനെയാണ് നിർമ്മാല്യ ദർശനം എന്ന് പേര് വരുന്നത്. നിർമ്മാല്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ തൈലാഭിഷേകം നടക്കും. ഗുരുവായൂരപ്പന് പരിശുദ്ധമായ എണ്ണ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ ആറാടിയതിന് ശേഷം പിന്നെ വാഗച്ചാർത്താണ്. ശുദ്ധമായ വാഗപ്പൊടി വിഗ്രഹത്തിലാകെ വിതറിയിട്ട് വെള്ളമൊഴിച്ച്, തീർത്ഥജലമൊഴിച്ച് അത് ബ്രഷ് ഉപയോഗിച്ച് കഴുകിക്കളയും. അതിനുശേഷം ശംഖാഭിഷേകം നടക്കും, സപ്തശുദ്ധി അഭിഷേകം നടക്കും. അതിനുശേഷം ആദ്യത്തെ നിവേദ്യം നടക്കും. ആ നിവേദ്യമാണ് മലർ നിവേദ്യം. ഗുരുവായൂരപ്പൻ ആദ്യം കഴിക്കുന്നത് മലരാണ്, മലർ നിവേദ്യമാണ്. മലര് ദഹനത്തിന് ഏറ്റവും പറ്റിയതാണെന്നാണ് പറയുന്നത്. ഒരു വലിയ പാത്രത്തിലാണ് ഗുരുവായൂരപ്പനുള്ള മലര് നിവേദിക്കുന്നത്. ഈ മലരിൽ ഒരു ഉമി പോലും പാടില്ല എന്നുള്ളത് വളരെ നിഷ്കർഷയാണ്. ഒരു ഉമി പോലും അതിനകത്ത് വരുന്നത് വലിയ പാപമായിട്ടാണ് ഇത് സമർപ്പിക്കുന്ന കഴകക്കാർ കരുതുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ നിവേദ്യം മലർ നിവേദ്യം കഴിയും. അതോടുകൂടി ഗുരുവായൂരപ്പൻ്റെ മുഖത്ത് ചന്ദനം ചാർത്തി, ഗോപി അണിയിച്ച്, ഒരു മാല ചാർത്തി ഗുരുവായൂരപ്പൻ്റെ അലങ്കാരങ്ങൾ തുടങ്ങുകയും അത് കഴിഞ്ഞാൽ ഉഷനിവേദ്യമായി. ഉഷനിവേദ്യം എന്ന് പറഞ്ഞാൽ ഉഷപ്പായസം നിവേദിക്കും. അതിനുശേഷം എതിരേറ്റുപൂജയായി. അതായത് സൂര്യകിരണങ്ങൾ ഉദിക്കുന്നതിന് എതിരായിട്ട്, അല്ലെങ്കിൽ സൂര്യകിരണങ്ങൾ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് നടക്കുന്ന പൂജയാണ് എതിരേറ്റുപൂജ. അത് കഴിഞ്ഞാൽ ഉഷപ്പൂജയായി. ഉഷപ്പൂജ കഴിഞ്ഞാൽ പിന്നെ ശിവേലിയായി. അപ്പോൾ ഈ മലർ നിവേദ്യത്തിന് വേറൊരു സവിശേഷത കൂടിയുണ്ട് കേട്ടോ. ഈ നിവേദിക്കുന്ന മലരിൻ്റെ അവകാശം ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ ശിവേലിക്ക് എത്തുന്ന ആനകൾക്കുള്ളതാണ്. ഈ മലര്, ആ മലർ ആനകൾക്ക് കൊടുക്കണം. അതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്ന്, മലർ ആനകൾക്കാണ്, മറ്റാർക്കും കൊടുക്കാൻ പാടില്ല. ആനകളുടെ അവകാശമാണ് മലർ. അപ്പോൾ ഈ ശിവേലിക്ക് ആന എത്തി എന്ന് ഉറപ്പാക്കുക എന്നൊരു സംഗതി കൂടി ഉണ്ട് അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ സൈഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രാവിലത്തെ ശിവേലിക്ക് ആന എത്തി എന്ന് ഉറപ്പാക്കുക കൂടിയുണ്ട്. അപ്പോൾ രാവിലെ ശിവേലി എന്ന് പറഞ്ഞാൽ 3 പ്രദക്ഷിണം ശിവേലിയാണ്.
3 പ്രദക്ഷിണ ശിവേലി അകത്തുനിന്ന് ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണത്തിടമ്പ് പുറത്തേക്ക് വരുന്നതോട് കൂടിയിട്ട് ഇവിടെ കുളിച്ച് കുറിയിട്ട് നിൽക്കുന്ന ആന നടമടക്കിയിട്ടുണ്ടാവും. ആനപ്പുറത്ത് കീശാന്തി നമ്പൂതിരിക്ക് സ്വർണ്ണത്തിടമ്പുമായിട്ട് കയറാനായിട്ട് നടമടക്കിയിട്ടുണ്ടാവും. ഈ ആനയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അസൗകര്യം നേരിട്ടാൽ മറ്റൊരാന പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാവും. കരുതലാന എന്നാണ് അതിന് പറയുന്നത്. റിസർവ് ആയിട്ടൊരു ആനയെ പുറത്ത് കാത്തു നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ 3 പ്രദക്ഷിണം കഴിയുന്നു. അതിനുശേഷം പിന്നീട് പന്തീരടി പൂജയായി, അതിനുശേഷം ഉച്ചപൂജയായി. വൈകിട്ട് 4:30 ക്ഷേത്രനട തുറന്നാൽ വീണ്ടും ഉച്ചശിവേലി, ഉച്ചയ്ക്ക് നടക്കേണ്ട ശിവേലി, ഉച്ചപൂജ കഴിഞ്ഞാൽ നടക്കേണ്ട ശിവേലി 4:30 മണിക്കാണ്. ഈ ഉച്ചപൂജ സമയത്താണ് ഉച്ചപൂജ സമയത്താണ് ഗുരുവായൂരപ്പനുള്ള അലങ്കാരങ്ങൾ നടക്കുന്നത്. കളഭം കൊണ്ട് വിവിധ തരത്തിൽ ഗുരുവായൂരപ്പനെ അലങ്കരിക്കുന്നത് ഉച്ചപൂജ സമയത്താണ്. ഉദയാസ്തമന പൂജ ദിവസം ഇതിനകത്ത് മാറ്റമുണ്ടാവും. ഉദയാസ്തമന പൂജ സമയത്ത് കാലത്തെ ശിവേലി കഴിഞ്ഞാൽ 15 പൂജകൾ പ്രത്യേകമായിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടെ നട അടയ്ക്കുകയും തുറക്കുകയും ചെയ്യേണ്ടി വരും. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് സാധാരണയായിട്ട് ഉദയാസ്തമയ പൂജയുള്ളത്. ഈ വേനലവധി കാലത്തും മറ്റേ ശബരിമല സീസൺ കാലത്തും ഉദയാസ്തമയ പൂജ ഉണ്ടാകാറില്ല. വൈകിട്ട് തിരക്കുള്ള ദിവസങ്ങളിൽ, അവധി ദിവസങ്ങളിൽ 3:30 നട തുറക്കും. അല്ലെങ്കിൽ സാധാരണ 4:30 നട തുറക്കും. 4:00 ഇതേപോലെ തന്നെ ശിവേലി ഉണ്ടാവും. ശിവേലി കഴിഞ്ഞ് ദർശനം കഴിഞ്ഞ് സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞിട്ട് പിന്നീട് അത്താഴപൂജയായി. അത്താഴപൂജയും അത്താഴ നിവേദ്യവും, ഭഗവാന് വിശേഷ നിവേദ്യങ്ങളോടുകൂടി അത്താഴ നിവേദ്യവും ഉണ്ടാവും. അത് കഴിഞ്ഞ് അത്താഴ ശിവേലി ഉണ്ടാവും. അത്താഴ ശിവേലിയും 3 പ്രദക്ഷിണം അത്താഴ ശിവേലി നടക്കും. അതിനുശേഷം ആണ് വിളക്കെഴുന്നള്ളിപ്പ് നടക്കുക. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 8000-ഓളം വരുന്ന ദീപങ്ങൾ പ്രഭ ചൊരിഞ്ഞിട്ട് 3 ആനകളുമായിട്ട് ഇടയ്ക്കയും നാഗസ്വരവും വാദ്യവുമായിട്ട് ഉള്ള എഴുന്നള്ളിപ്പാണ് വിളക്കെഴുന്നള്ളിപ്പിൻ്റെ വിളക്കാചാര പ്രദക്ഷിണം എന്നതിന് പറയും. അത് അതീവ മനോഹരമാണ്. ഇടയ്ക്കയും നാഗസ്വരവും ചേർന്നിട്ടുള്ള ശ്രുതി സാന്ദ്രമായിട്ടുള്ള സംഗീതമധുരമായിട്ടുള്ള എഴുന്നള്ളിപ്പ്. ആ എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ അവസാനത്തെ എഴുന്നള്ളിപ്പ് മേളത്തോടു കൂടിയാണ്. അവസാനത്തെ എഴുന്നള്ളിപ്പ്, ആ എഴുന്നള്ളിപ്പ് ഗുരുവായൂരപ്പൻ്റെ തിടമ്പ് എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ ആ വിളക്ക് നടത്തുന്ന ആള് വിളക്ക് പണം ചേങ്ങലയിൽ സമർപ്പിക്കണം എന്നാണ് അതിൻ്റെ നിയമം. എന്നിട്ടാണ് ഗുരുവായൂരപ്പൻ അകത്തേക്ക് എഴുന്നള്ളുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഗുരുവായൂരപ്പൻ അകത്തേക്ക് എഴുന്നള്ളി കഴിഞ്ഞാൽ പിന്നീട് തൃപ്പുകയാണ്. തൃപ്പുകയ്ക്കൊപ്പം തന്നെ ഓലവായന എന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അന്നത്തെ കണക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്ന് നടന്ന കണക്ക് പ്രധാനമായിട്ട് പാല്, പഞ്ചസാര, എണ്ണ, അരി തുടങ്ങിയ സാധനങ്ങളുടെ കണക്ക് ഓലയിൽ എഴുതി വായിക്കുകയും ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയും ചെയ്യണം. അത് ചെയ്യുന്നത് 10കാരൻ വാര്യരാണ്. അതുകൂടി കഴിഞ്ഞാലാണ് ഗുരുവായൂരപ്പൻ്റെ തൃപ്പുക കഴിഞ്ഞ് നടയടയ്ക്കുന്നത്. അതിനുശേഷം വടക്കേ നടയിൽ സാധാരണയായിട്ട് വടക്കേ നടയിൽ കൃഷ്ണനാട്ടം ആരംഭിക്കും. കൃഷ്ണനാട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് രാത്രി 1 മണി 1:30 വരെ കൃഷ്ണനാട്ടം ഉണ്ടാവും. 1:30 കൃഷ്ണനാട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും 2:30 അഹസ്യപകരികയായി പിറ്റേ ദിവസത്തെ ചടങ്ങുകൾ ആരംഭിക്കുകയായി. അപ്പോൾ ഇരവു പകലുകളില്ലാത്തൊരു നഗരമാണ് ഗുരുവായൂർ. രാപ്പകലുകളില്ല ഇവിടെ. എപ്പോൾ വന്നാലും പ്രസാദാത്മകമായ അന്തരീക്ഷമാണ്, പ്രകാശമാനമായ അന്തരീക്ഷമാണ്, സജീവോർജ്ജം നിലനിൽക്കുന്ന അന്തരീക്ഷമാണ്. ഗുരുവായൂരപ്പൻ്റെ സദാ സാന്നിധ്യം എല്ലായിടങ്ങളിലും പ്രകടമാകുന്ന അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെയാണ് മലയാളി കേരളത്തിൽ ഒട്ടനവധി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഓടി ഓടി ഗുരുവായൂരിലേക്ക് എത്തുന്നത്. ഗുരുവായൂരപ്പനെ കൃഷ്ണ എന്ന് വിളിച്ചാൽ നമ്മൾ ഉടനെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാൻ ശീലിച്ചത് ഇന്നും ഇന്നലെയുമല്ല, കാലങ്ങളേറെയായി അങ്ങനെ ഒരു ശീലമുണ്ടായിട്ട്. അതിന് കാരണം ഈ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ കൂടപ്പിറപ്പാണ്, നമ്മുടെ സഹോദരനാണ്, നമ്മുടെ കാമുകനാണ്, നമ്മുടെ ഉണ്ണിയാണ്, നമ്മുടെ ഭർത്താവാണ്, നമ്മുടെ അച്ഛനാണ്, രക്ഷകനാണ്, രാജാവാണ്. അങ്ങനെ പല ഭാവങ്ങളിൽ ഗുരുവായൂരപ്പനെ നമുക്ക് ആരാധിക്കാം. പല ഭാവങ്ങളിൽ ഗുരുവായൂരപ്പനെ നമുക്ക് ചേർത്ത് നിർത്താം. ഭക്തരെ എവിടെ നമിക്കുന്നുവോ നമ്രാണാം സന്നിധത്തെ എന്ന് നാരായണത്തിൽ പറയുന്നുണ്ട്. എവിടെ ഭക്തൻ നമിക്കുന്നുവോ അവിടെ എത്തി അനുഗ്രഹിക്കുന്ന ഈശ്വരനാണ് ഗുരുവായൂരപ്പൻ. ഭക്തനെ ചേർത്ത് നിർത്തുകയും ഭക്തനെ പ്രേമിക്കുകയും സ്നേഹിക്കുകയും വാത്സല്യത്തോടെ കൂടെ നിർത്തുകയും ചെയ്യുന്ന ഈശ്വരനാണ് ഗുരുവായൂരപ്പൻ. പ്രേമസ്വരൂപനാണ് ഗുരുവായൂരപ്പൻ. ആ പ്രേമസ്വരൂപനായ ഈശ്വരൻ്റെ സാന്നിധ്യം ഓരോ ഭക്തനിലും നൽകുന്ന അനുഭൂതി വിശേഷം എന്നത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അതുകൊണ്ടാണ് എത്ര തവണ ഗുരുവായൂർ തൊഴുതാലും, എത്ര ദുഃഖങ്ങൾ സഹിച്ചിട്ടും ദുരിതങ്ങൾ സഹിച്ചിട്ടും കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടും എത്ര മണിക്കൂർ ക്യൂ നിന്നിട്ടും ഗുരുവായൂരിലെത്തിയ
ഭക്തര് വീണ്ടും വീണ്ടും ഗുരുവായൂരിലേക്ക് എത്താൻ വേണ്ടി പാടുപെടുന്നതിൻ്റെ കാരണം ഈ സ്നേഹസ്വരൂപനായ, ഈ പ്രേമസ്വരൂപനായ ഉണ്ണിക്കണ്ണൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം മനസ്സിൽ നിറഞ്ഞ് കവിയുമ്പോൾ, ആ സാന്നിധ്യം മനസ്സിൽ നൃത്തം ചെയ്യുമ്പോൾ, ആ സാന്നിധ്യം മനസ്സിൽ ഓടക്കുഴൽ നാദമായി വീശുമ്പോൾ, ആ സാന്നിധ്യം മനസ്സിൽ മയിൽപ്പീലി സ്പർശമായി അനുഭവപ്പെടുമ്പോൾ ഭക്തൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറുന്നു, ദുരിതങ്ങളും മാറുന്നു. അവൻ കൂടുതൽ കൂടുതൽ കണ്ണനോടടുക്കുന്നു. അവൻ്റെ ജീവിതം കൂടുതൽ സുഖകരമാകുന്നു, സന്തോഷപ്രദമാകുന്നു, ആഹ്ലാദപ്രദമാകുന്നു. അതാണ് ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം, ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകത. ആ ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ ചടങ്ങുകൾ കടുകിട തെറ്റാതെ, അണുവിട തെറ്റാതെ നടന്നു പോകാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. ആ നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ശക്തിയും പാരമ്പര്യവും ആ പാരമ്പര്യത്തിൻ്റെ മഹിമയുമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യം. ഇതേപോലെ മറ്റൊരു ക്ഷേത്രം ഭൂമിയിലില്ല. അതുകൊണ്ടാണ് ഗുരുവായൂരിനെ ഭൂലോക വൈകുണ്ഠം എന്ന് വിളിക്കുന്നത്. കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണാർപ്പണം.